നമസ്കാരം. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിലെ യുവ നേതൃത്വത്തെ വല്ലാതെ ഭയപ്പെടുന്നു. നീണ്ട 10 വർഷം CPM എന്ന് പറയുന്ന പാർട്ടി പിണറായി വിജയൻ എന്ന കണ്ണൂരുകാരൻ നയിച്ച മുഖ്യമന്ത്രിയായി ഭരണത്തിൽ ഏറുന്ന ഈ അവസരത്തിൽ ഒരു വേള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒക്കെ തന്നെ കൃത്യമായി CPMന് കിട്ടേണ്ട സീറ്റുകൾ ഒക്കെ തന്നെ കിട്ടിയിരുന്ന കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് മേഖലയിൽ CPMന് ഇതാ സീറ്റുകൾ നഷ്ടമാകുമോ എന്ന ഒരു വ്യാധി, അതായത് ഒരു ആദി CPMനെ പിടികൂടിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, കോൺഗ്രസിൽ വളർന്നു വന്നിരിക്കുന്ന യുവ നിര, പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവ്. ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവിനെ VD സതീശൻ എന്ന കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ് വടകരയിൽ ലോകസഭയിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ CPMന് വേണ്ടി, LDFന് വേണ്ടി എതിർപക്ഷത്ത് നിന്നത് ഏറ്റവും ജനപ്രിയയായിട്ടുള്ള KK ശൈലജ എന്ന വനിതാ നേതാവായിരുന്നു. എന്നിട്ട് പോലും ഷാഫിക്കെതിരെ കാഫിർ പ്രയോഗം എന്ന നമ്പർ ഇറക്കിയിട്ടും ഷാഫി വളരെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇവിടെ ഒരു ഷാഫിയല്ല, ഷാഫിക്കൊപ്പം നിരവധി യുവ നേതാക്കൾ കോൺഗ്രസിൻ്റെ യുവ മുഖങ്ങളായി പൊങ്ങി വരുമ്പോൾ CPMന് വല്ലാതെ വിരളി പിടിക്കുന്നു. ഷാഫിയുടെ ജനപ്രിയതയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ CPMന്റെ ബുദ്ധി കേന്ദ്രങ്ങളെ ഉറക്കം കെടുത്തിയിരിക്കുന്നത്. അതായത് ഷാഫിയുടെ ജനപ്രിയത നശിപ്പിക്കണം, അതിന് ആദ്യം മാങ്കൂട്ടത്തെ ചൂണ്ടണം. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉള്ള ഈ ആരോപണ കഥ ഈ മൂന്നാമതാഴ്ചയും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസമായി എയറിൽ നിൽക്കുന്നത്. അതിനൊരു വേള അറിഞ്ഞോ അറിയാതെയോ CPMന്റെ കുരുക്കിൽ പ്രതിപക്ഷ നേതാവ് വീണോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ വീണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. വടക്കൻ മേഖലകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ എപ്പോഴും CPMനെ സംബന്ധിച്ച് ഉറപ്പാണ് ഒരു 20-25 സീറ്റെങ്കിലും കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും അടങ്ങുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ. എന്നാൽ ഇപ്പോൾ ഷാഫി വടകരയിൽ വന്നതിന് ശേഷം, വടകരയിൽ മത്സരിച്ചതിന് ശേഷം CPMന്റെ ജനപ്രിയത വല്ലാതെ കുറഞ്ഞു പോയിരിക്കുന്നു. CPMന്റെ ജനപ്രിയത നഷ്ടമായത് ഈ 2 ടേമിലെയും ഭരണത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് CPM നേതാക്കൾക്ക് അറിയാവുന്നതാണ് താനും. അപ്പോൾ എങ്ങനെ ഈ യുവ നേതാക്കളെ കുരുക്കണം എന്ന ചിന്തയിലാണ് ഇന്ന് CPMന്റെ കുടില ബുദ്ധി കേന്ദ്രങ്ങൾ. ഏതായാലും ഷാഫി പറമ്പിലിന് മേൽ ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ഇനി അടുത്തത് ഇവരുടെ പ്രയോഗങ്ങൾ പോകുന്നത് ഷാഫിയിലേക്ക് ആകാം. അതിൽ നമ്മൾ മറ്റൊന്നും വിചാരിക്കേണ്ടതില്ല. അതാണ് CPMന്റെ തന്ത്രം. ഏതായാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന അവസരത്തിൽ ബീഹാറിൽ വോട്ടുചോരി യാത്ര സംഘടിപ്പിച്ചിരിക്കുന്ന വോട്ടുചോരിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്ന യാത്രയും ആ സംഭവത്തിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇന്ന് വളരെ കാര്യമായി രാജ്യാന്തര തലത്തിൽ ഇന്ത്യയിൽ ഉടനീളം സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് CPM ഒരക്ഷരം മിണ്ടുന്നില്ല? ബീഹാറിൽ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ഒരു യാത്ര നടത്തുമ്പോൾ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കേണ്ടതല്ലേ? അവിടെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബേബി മാത്രമാണ് പങ്കെടുത്തിരിക്കുന്നത്. BJPയെ ഒരു വേള അറിഞ്ഞോ അറിയാതെയോ CPM കേരളത്തിൽ പിന്താങ്ങുന്നില്ലേ എന്നൊരു സംശയം രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അടുത്ത് നടക്കാൻ പോകുന്ന പ്രക്രിയകളെക്കുറിച്ച് ഒന്നും തന്നെ ഒരു വാക്കുപോലും CPM നേതാക്കൾ ഉരിയാടിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര, ബീഹാറിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന വോട്ടുചോരി യാത്രയുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര തലത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച നടത്തുമ്പോൾ എന്തുകൊണ്ട് പിണറായി വിജയനും CPMും മിണ്ടുന്നില്ല? അപ്പോൾ നാം പറഞ്ഞു വരുന്നത്, കേരളത്തിൽ കോൺഗ്രസിൽ CPMകാർ ഭയപ്പെടുന്ന രീതിയിൽ ജനപ്രിയത നേടിയ നിരവധി യുവ നേതാക്കൾ ഉയർന്നു വരുന്നു. CPMൽ എടുത്തു പറയാൻ
ഒരു യുവമുഖം ഇന്നിപ്പോൾ നീണ്ട 10 വർഷത്തെ CPM-ന്റെ ഭരണത്തിൻ്റെ ബാക്കി പത്രമായി ഇല്ലതാനും. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ജനപ്രിയത നഷ്ടപ്പെടുത്താം? ഷാഫി പറമ്പിലിൻ്റെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ, അബിൻ വർക്കി, ഇങ്ങനെ തുടങ്ങി ഡീൻ കുര്യാക്കോസ്, മാത്യു കുൾനാടൻ, ഇങ്ങനെ നിരവധി യുവമുഖങ്ങൾ കോൺഗ്രസിൽ പൊങ്ങി വരുമ്പോൾ പിണറായി വിജയന് ആകെ അങ്കലാപ്പാണ്. എങ്ങനെ ഇനി അടുത്തൊരു ഭരണം കൊണ്ടുവരാം? സുഗലോലുപത തുടരാൻ ഇനി കഴിയുമോ? ഭരണത്തിലിരിക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടിക്ക് യുവമുഖങ്ങളായി യുവമുഖങ്ങൾ അല്ലെങ്കിൽ അതെ CPM എന്ന് പറയുന്ന പാർട്ടി ഒരു വേള ഉയർത്തിക്കാണിച്ചിരുന്ന MP രാജേഷും P രാജീവും മന്ത്രിപദത്തിൽ എത്തിയ ശേഷം പാർട്ടിയിലെ അണികളോട് അവരെക്കുറിച്ച് ചോദിച്ചാൽ എന്തഭിപ്രായമായിരിക്കും അവർ പറയുക? ഏതായാലും കമ്മ്യൂണിസ്റ്റ് മുഖം നഷ്ടമായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരിനെതിരെ സ്വന്തം മുന്നണിയിൽ CPI തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് ഉയർത്തി വിമർശനം ഉന്നയിക്കുമ്പോൾ ഒരു വേള പിണറായി വിജയനും പിണറായി വിജയന്റെ സുഗലോലുപ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇനി സുഗലോലുപരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും ഇനി ഒരു വേള മൂന്നാമതൊരു ഭരണം കൂടി എങ്ങനെയും ഏതു വിധേനയും തങ്ങൾക്ക് നേടിയെടുക്കണം എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ അവരുടെ കണ്ണിലെ കരടായി ഈ കോൺഗ്രസിലെ ഈ യുവ നേതൃത്വം ഉണ്ടായിരിക്കുന്നു. ആ യുവ നേതൃത്വത്തെ എങ്ങനെ പൂട്ടാം? തങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ലഭ്യമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ കണ്ണൂരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ ഈ പറയുന്ന 3 ജില്ലകളാണ്, അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഇന്നിതാ അവിടുത്തെ തങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ജനപ്രിയത നഷ്ടമാകുന്നതിൽ വല്ലാത്ത അങ്കലാപ്പാണ് ഉള്ളത്.